അതാണ് ആണുങ്ങളുടെ ഒരു പ്രത്യേകത. നമ്മളെപ്പോഴും നമ്മുടെ ഭാര്യയുടെ അമ്മയെ നമ്മുടെ അമ്മയായിട്ട് കാണും. ഈ ഭാര്യമാര് തിരിച്ച് കാണത്തില്ല. അതെന്തങ്ങനെ എനിക്കറിയില്ല. അതുപോലെ അല്ല, അതുപോലെ തന്നെയാണ് അമ്മായിയമ്മമാര്. അശ്വതിക്ക് അങ്ങനെ കാണാൻ കഴിയും. അശ്വതിക്കെങ്കിലും അങ്ങനെ കാണാൻ കഴിയും. ചേട്ടാ അതേപോലെ തന്നെയാണ് അമ്മായിയമ്മ മരുമക്കളെ മക്കളായിട്ട് കാണുന്നില്ലല്ലോ. കാണുന്നവരുണ്ട്, കാണാത്തവരുണ്ട്. ഈ ഞാൻ പറയട്ടെ, ഈ ഒരു വീട്ടിൽ ഒരു പ്രശ്നമില്ലായിരിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. ഒന്ന്, ഈ വരുന്ന മരുമകളെ അമ്മായിയമ്മ സ്വന്തം മകളെ പോലെ കാണുക. തിരിച്ച് ഈ വരുന്ന പെണ്ണ് അമ്മയെ പോലെ കണ്ടാൽ പ്രശ്നം തീർന്നു. ഒരിക്കലും ഇവര് കാണാൻ ശ്രമിക്കുന്നില്ല. ഒരാണുങ്ങളും സ്വന്തം അമ്മായിയമ്മയെ പറ്റി വേറെ ആർക്കും കുറ്റം പറയില്ല. ദൈവം പോലും ഈ കാര്യത്തിൽ എനിക്ക് പരിഹാരം കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വേറെ കാര്യമുണ്ട് കേട്ടോ. കുഴപ്പം പിടിച്ച അമ്മായിമാരും ഉണ്ട്, കുഴപ്പം പിടിച്ച മരുമക്കൾ പെണ്ണുങ്ങളും ഉണ്ട്, എല്ലാം ഉണ്ട്. പറയുമ്പോ എല്ലാം പറയണം. ഓരോരുത്തരുടെ ക്യാരക്ടർ ഇതൊരിക്കലും കോംപ്രമൈസ് ആകത്തില്ല. അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ അവര് ചിന്തിക്കുന്നില്ല, ആ മരുമോളും സ്ത്രീയാണ്, അമ്മായിയും സ്ത്രീയാണ്. അതെ, ആ ഒരു പോയിന്റിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നം കാണത്തില്ല എന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ ഈ കുടുംബത്തിൽ അങ്ങനെയൊന്നുമില്ല. അമ്മായിയമ്മ വഴക്ക് പറയുമ്പോ ഈ മരുമോള് എന്റെ അമ്മയല്ലേ വഴക്ക് പറയാം എന്ന് പറഞ്ഞാൽ എടുത്ത് ആ സെൻസിലെടുത്ത പ്രശ്നം തീർന്നു. അതുപോലെ ബൈച്ചേട്ടാ മരുമക്കൾ അമ്മായിയമ്മയുടെ അടുത്ത് ഒരു കാര്യം ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത്, എന്റെ മോള് പറയുന്ന പോലെ ഇതിന്റെ എല്ലാ അടിസ്ഥാനം പെൺകുട്ടിയാണ് പറഞ്ഞിരുന്നത്. ഇതിന്റെ എല്ലാം അടിസ്ഥാനം ചൊറിച്ചിലാണ്. മനസ്സിലായില്ലേ? പൂച്ചയ്ക്ക് പട്ടിയെ കണ്ടുകൂടാ, പട്ടിക്ക് പൂച്ചയെ കണ്ടുകൂടാ, പട്ടിക്ക് കുരങ്ങനെ കണ്ടുകൂടാ, കുരങ്ങനെ മറ്റേ കരടിയെ കണ്ടുകൂടാ.